വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ കൂരിരുളിൻ ദൈവമായ കർത്താവേ, വിവിധ ഭവനങ്ങളിലായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഈ സ്ഥലത്ത് വന്നുകൂടുന്നു. തിരുവചനം ധ്യാനിക്കുവാനായി തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ കാതുകളെ തുറക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. നല്ല നിലത്ത് വീണ വിത്ത് പോലെ 100 മേനിയായി ഫലം നൽകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പരിവർത്തിക്കണമേ. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്യരായ കോർപ്പിസ്കപ്പന്മാരെ, വന്യ വൈദികരെ, കർത്താവിൽ അനുഗ്രഹിതരെ, ഈ 3 ദിവസങ്ങളിൽ നമ്മുടെ പ്രത്യേക ധ്യാനത്തിനായി വേർതിരിച്ചിരിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായമാണ്. അതിൻ്റെ ആദ്യ ഭാഗം ഇന്നലെ നമ്മൾ ചിന്തിച്ചു. ഇന്ന് ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് വേദഭാഗം വായിച്ചത് ഇന്നലത്തേതോടെ കവർ ചെയ്താണ്. ഇന്നതുകൊണ്ട് ഏതാനും വാക്യങ്ങൾ കൂടെ ഞാൻ നമ്മുടെ ധ്യാനത്തിനായിട്ട് വായിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ പ്രത്യേകമായ ധ്യാനത്തിനായിട്ട് വേർതിരിക്കുകയാണ്. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. വളരെ സുപരിചിതമാണ് ഈ വേദഭാഗം. നാം നമ്മുടെ ചെറുപ്രായം മുതൽ ഈ വേദഭാഗത്തെ വിളിക്കുന്നത് മുടിയനായ പുത്രന്റെ ഉപമ എന്നാണ്. ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചതുപോലെ ഈ മകൻ മുടിയനായ പുത്രനായിരുന്നു. പക്ഷെ അവൻ അനുദപിച്ചു, മടങ്ങി വന്നു, അപ്പനവനെ സ്വീകരിച്ചു. എന്നിട്ടും എന്തേ വീണ്ടും അവനെ മുടിയൻ പുത്ര എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. മുടിയൻ പുത്രൻ, the prodigal son, that title doesn't actually give us a hope. Then what should be the title which gives us a hope? I would suggest the parable of the loving father, the parable of the forgiving father. അപ്പം നമുക്കൊന്ന് റീഫ്രേസ് ചെയ്ത് എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറേ കൂടെ നമുക്ക് പ്രത്യാശ നൽകുന്ന വേദഭാഗം. ഇന്ന് അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആ മകനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് 2 പ്രധാന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട് വിച്ച് ഈസ് റെലവൻറ്റ് ടു അവർ സോഷ്യൽ ഫാമിലി ലൈഫ്. 2 കാര്യങ്ങൾ ആമുഖമായിട്ട് ഒന്ന് പറയാം. ഓൾ ടുഗദർ ഐ ഹാവ് ആൻ അവർ ടു സ്പീക്ക്. അതിൽ ഒരു ചെറിയ ഭാഗം നമ്മുടെ ഈ വേദഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ബേസിക്കലി ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് അവർ ഫാമിലി ലൈഫ്. ഈ വേദഭാഗത്ത്, ഇപ്പോൾ വായിച്ച വേദഭാഗത്ത് വേഴ്സസ് 11 and 12, അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രതിസന്ധി, അത് പ്രതിസന്ധിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഫോർ മീ ഇറ്റ് ഈസ് എ പ്രോബ്ലം. എന്താണ് ആ പ്രോബ്ലം എന്ന് ചോദിച്ചാൽ, we don't see a mother's presence in that family. Maybe it is because of the cultural thing that the gospel writer did not mention
a mother's presence. But we face a huge issue in our modern life, in our culture, the absence of parents. ഞാനത് പറയുമ്പോൾ കുറെ കൂടെ നിങ്ങൾക്കത് മനസ്സിലാകും എന്നാണ് എൻ്റെ വിചാരം. A family means, particularly according to the Christian perspective, a family means, or family consists of, നിങ്ങൾ പറയുമായിരിക്കും father, mother, children. I start with God. Family consists of God, man or father, woman or mother, and children. We don't see a mother's presence in this particular family. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു അമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ വീട്ടിൽ. അമ്മയുണ്ടായിരുന്നെങ്കിൽ രണ്ട് കാര്യം അവിടെ സംഭവിക്കുമായിരുന്നു. ഒന്ന്, മകൻ ചോദിച്ചപ്പോൾ അത്ര പെട്ടെന്ന് അപ്പൻ വീതിൽ വെച്ച് കൊടുക്കില്ലായിരുന്നു. അമ്മ ഒരു ആലോചന പറയുമായിരുന്നു, അല്ലെങ്കിൽ അമ്മയോട് ഒരു കൺസൾട്ടേഷൻ ഉണ്ടാവുമായിരുന്നു. രണ്ടാമത്തേത്, ഞാൻ അതിലും പ്രധാനമായിട്ട് കാണുന്നത്, ഈ മകൻ അത്ര പെട്ടെന്ന് വീട് വിട്ട് പോകത്തില്ലായിരുന്നു. If there was a mother, he won't leave the church, leave the house easily. അമ്മ കരയും, വാതിലൊക്കെ ചെന്ന് തടഞ്ഞു നിർത്തും, പോകരുതെന്ന് പറയും. അത് ആ വീട്ടിൽ ഞാൻ കണ്ടില്ല, കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപക്ഷെ ഫിസിക്കലി ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ കാണുമായിരിക്കും, എങ്കിലും ആബ്സെൻസ് ഓഫ് പേരൻസ്. ഞാൻ ആരെയും അതിന് കുറ്റം പറയുകയില്ല, പക്ഷേ പ്രസൻസ് ഓഫ് ബോത്ത് പേരൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എ ചൈൽഡ്സ് ലൈഫ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതിനോട് വിയോജിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ഈവൻ ഫാമിലി ഇഷ്യൂസുമായിട്ടൊക്കെ എൻ്റെ മുമ്പാകെ സംസാരിക്കാൻ വരുന്നവർ, അത് പുരുഷനും സ്ത്രീയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അവൻ പോകുന്നേ പോട്ടെ, അവൾ പോകുന്നേ പോട്ടെ, ഞാൻ വളർത്തിക്കോളാം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് ഹർ ഗോ, ലെറ്റ് ഹിം ഗോ, ഐ വിൽ റേസ് ദ ചൈൽഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ വളരെ ദുഃഖത്തോടെയാണ് ഇത് കേൾക്കുന്നത്. ഈവൻ ഒരു നാട് മുഴുവൻ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിട്ടാണ് ഞാനൊക്കെ ഇങ്ങനെ ആയത്. Not only the parents, not only the grandparents, but the parish, the whole village raised me up this level. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, ഇല്ല ഞാൻ ഒറ്റയ്ക്ക് എന്നൊക്കെ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ടല്ലോ. എനിക്കറിയാം ഇത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ബോംബ് പോലെ തിരിച്ച് എൻ്റെ അടുത്തോട്ട് വരുമെന്നുള്ളത് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഐ ഹാവ് ടു ടെൽ ദിസ് ബിക്കോസ് വി ആർ ക്രിസ്ത്യൻസ്. We are Christian people. We are Christian. We have Christian family. മാതാപിതാക്കളുടെ ജോലി തിരക്ക് മൂലം കുട്ടികളുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയാത്തതിനെ ഞാൻ ആബ്സെൻസ് ഓഫ് പേരൻസ് എന്ന് പറയും. നിങ്ങൾ പറയുമായിരിക്കും, തിരുമേനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് പറയാമെന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഐ ബിലീവ് ദ പ്രസൻസ് ഓഫ് ബോത്ത് പേരൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏർലി 60s, 70s, ഈവൻ ഞാൻ ഷിക്കാഗോയിൽ പഠിക്കാൻ വന്നപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള അന്നത്തെ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, രാത്രിയിൽ ജോലി കഴിഞ്ഞ് വരുന്ന ഭാര്യയോ ഭർത്താവോ, പകല് ജോലിക്ക് പോകുന്ന ഭാര്യ ഭർത്താവ് ഒരു പർട്ടിക്കുലർ പാർക്കിംഗ് ലോട്ടിൽ കണ്ടുമുട്ടി കുഞ്ഞിനെ എക്സ്ചേഞ്ച് ചെയ്ത് പോകുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദേ മേഡ് ഷുവർ ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ പേഴ്സൺ, വൺ പേരന്റ് കുട്ടിയുടെ കൂടെ ഉണ്ടാകണമെന്നല്ല. ഇവിടുത്തെ നിയമമൊക്കെ എങ്ങനെ കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് കുട്ടികളുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഞാൻ യങ് കപ്പിളിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇഫ് യു വാണ്ട് ടു സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് യുവർ ചൈൽഡ്, ഡു ഇറ്റ് നൗ. ആഫ്റ്റർ 12th grade they are leaving their houses. കേരളത്തിൽ ഇപ്പോൾ അങ്ങനെ അവർ മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡു ഇറ്റ് നൗ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വീട് വലുതാക്കാനായി ഓടി നടന്നപ്പോൾ വി ലൂസ് ദ ഫാമിലി. ഇപ്പൊ നല്ല വലിയ വീടൊക്കെ ഉണ്ടല്ലേ, നല്ല വാഹനങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. വി ഹാവ് ഓൾ ദ ഫെസിലിറ്റീസ് എക്സെപ്റ്റ് ദ ലൈഫ്.
വാട്ട് ഈസ് ദ യൂസ്? പുതിയൊരു ഫിലോസഫി ഇപ്പം ഞാൻ കേൾക്കുന്ന എല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ് ജീവിക്കാമോ? ഇവിടെ ഇരിക്കുന്ന വിവാഹം കഴിച്ച ആരിൽ ഇതുവരെ സെറ്റിൽഡ് ആയിട്ടുണ്ടോ? ഇല്ലെന്നിട്ട് വിചാരം. സോ ഡു ഇറ്റ് നൗ. ഫാമിലി ഇഷ്യൂസ് മൂലം ഒരു വീട്ടിൽ താമസിച്ചാലും ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, but still they are not separated. There also you lose the quality time with your children. ഇതിനകത്ത് വലിയൊരു അപകടകരമായ കാര്യമുണ്ട്. അതെന്താണെന്നറിയാം? ബിക്കോസ് വി ആർ ഈ സ്മോൾ ഫാമിലീസ് ഒക്കെ ഉള്ളത് കൊണ്ട് സൈഡ് പിടിക്കാൻ ആള് വേണമല്ലോ, അല്ലേ? ഭർത്താവിന് സൈഡ് പിടിക്കാൻ ആള് വേണം, ഭാര്യയ്ക്ക് സൈഡ് പിടിക്കാൻ ആള് വേണം. അതിനാരെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? കുട്ടികളോട്. നിന്റെ അപ്പൻ ഇങ്ങനെയാണ്, നിന്റെ അമ്മ ഇങ്ങനെയാണ്. കുറച്ച് കഴിയുമ്പോൾ അവർ ചിൽഡ്രൻ വിൽ കൺക്ലൂഡ് ബോത്ത് മൈ പേരൻസ് ആർ ഫൂൾ പീപ്പിൾ, ഫൂളിഷ് പീപ്പിൾ. ആരെ ഇത് പഠിപ്പിക്കുന്നതെന്നറിയോ? എല്ലായിടത്തും. ഐ എം നോട്ട് ജനറലൈസിങ് തിങ്സ്, പക്ഷേ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മക്കളെ പ്രിപ്പയർ ചെയ്യുക, അമ്മയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മക്കളെ പ്രിപ്പയർ ചെയ്യുക. ഐ ബിലീവ് the absence of parents there. ഡിവോഴ്സ് മൂലം, അത് ഞാൻ മുമ്പേ പറഞ്ഞതാണ്, ധാരാളം ഡിവോഴ്സുകളുണ്ട്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, ലൈഫിന് ത്രെറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കും, ഒരുമിച്ച് ജീവിക്കണമെന്നൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരവൊന്നുമില്ല. ബട്ട് what I see, because I work with young people, teenagers, children, I see things. You don't think this is an easy way for them? It is not an easy way for them. It is easy for you to separate, but for the child particularly, it is not an easy way. എന്നാണ് എൻ്റെ വിചാരം. മക്കൾ പഠനത്തിനായും ജോലിക്കായിട്ടും ഒക്കെ പോകുമ്പോഴും we see the absence of parents in their life. ഇപ്പൊ പിന്നെ നമുക്ക് ഫേസ് ടൈമും സോഷ്യൽ മീഡിയയും ഒക്കെ ഉള്ളതുകൊണ്ട് we think that it is not ഒരു പ്രശ്നമില്ലാതെ പോകുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കുമായിരിക്കും. അപ്പനെയും അമ്മയും വിവിധ കാരണങ്ങളാൽ ഉപേക്ഷിക്കുമ്പോൾ we abandon parents. അവിടെയും ഞാൻ കാണുന്നത് absence of parents ആണ്. മക്കളെ വിവിധ കാരണങ്ങളാൽ ഉപേക്ഷിച്ച മാതാപിതാക്കൾ, parents who abandon their children. Different reasons കാണും അതിനൊക്കെ. പക്ഷെ അവിടെയൊക്കെ I see the absence of parents in people's life. ഇതൊരു ഇഷ്യൂ ആണെന്നാണ് എൻ്റെ വിചാരം. ഇതിന്റെ ഒരു പ്രധാന വിഷയം എന്താണെന്നറിയാം? എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നുള്ളൊരു ബോധ്യമില്ലായ്മയാണ്. We are not convinced why we are getting married. എന്നോട് ചെറുപ്പക്കാരൊക്കെ ചോദിക്കാറുണ്ട്, തിരുമേനി എന്താ വിവാഹം കഴിക്കാൻ? ഞാൻ അവരോട് പറയും, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്. I don't have time for this. എനിക്ക് ആദ്യം മുതൽ തന്നെയുള്ള ആഗ്രഹം അച്ഛനാകണമെന്നുള്ളതായിരുന്നു. അപ്പൊ ഈ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഉപ്പാപ്പൻ രാജുവച്ചനെ പോലൊന്നും അവർക്കിത് രണ്ടും കൂടെ കൈകാര്യം ചെയ്യാനായിട്ട് അറിയാം. ഞാനൊരു 100% ആളാണ്. ഒരു കാര്യം തുടങ്ങിയാൽ അതിനകത്ത് 100% കൊടുക്കുന്നത്. എനിക്കിത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ ഒക്കാത്തത് കൊണ്ടാണ്. But I still believe those who are married should not say excuses that we don't have time. Don't say excuses. Because you have made the decision that we will have a family, we will live together. അല്ലേ? എന്നിട്ട് പിന്നെ ഇപ്പൊ പറയുകയാണ് ഞങ്ങൾക്ക് സമയമില്ലെന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഈ സുവിശേഷം, ഈ പുതിയൊരു ട്രെൻഡ് ഉണ്ടല്ലോ ഇപ്പോഴും. ഞാൻ ഫാമിലിയെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല അധികം. നമുക്കത് നമ്മുടെ മുടിയനായ പുത്രനിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. എങ്കിലും വേദപുസ്തകത്തില് if I am wrong, teach me the right thing, okay? When I look into the Gospels, you have only two options, or we have only two options. Either you get married, or you become a monk. ഇതാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിലൊക്കെയാണ് കർത്താവ് പറയുന്നത്, once and follow me. Deny yourself, carry your cross and follow me.
അതൊരു ജനറലായിട്ട് എല്ലാ ക്രിസ്ത്യൻസിനും ഉള്ളതാണെങ്കിലും ഐ വിൽ ഇന്റർപ്രറ്റ് ദാറ്റ് ആസ് പാർട്ട് ഓഫ് ദ മൊണാസ്റ്റിക് ലൈഫ്. ബിക്കോസ് നമ്മുടെ ഒരു കേരളത്തിലെ എന്ന് മാത്രമല്ല ഒരു പൗരസ്ത്യ സഭകളിലൊക്കെ ഒരു സന്യാസിയാകുമ്പോൾ ഒരു ക്രിസ്ത്യൻ സന്യാസിക്ക് ആദ്യം കൊടുക്കുന്ന ക്രോസ് തന്നെയാണ്. Carry the cross. So either you become a monk, രണ്ടാമത്തേത്, or you get married. അത് നമ്മുടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയാണ് എനിക്ക് ഉള്ള ഈ പ്രശ്നം എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം. For me, remain single is not according to the gospel. എനിക്ക് വൈകിട്ടങ്ങ് പോണം കേട്ടോ, തിരിച്ചൊന്നും പറയില്ല. Living together without marriage is not according to the gospel. Sorry to say this, single parenthood, single father, single mother is not according to the gospel. ഡിവോഴ്സിനും ഒരു എക്സെപ്ഷനെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. If unchastity happens, see in Matthew's Gospel chapter 19. Otherwise, no exception. അപ്പൊ വീണ്ടും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എന്നോട് ചോദിക്കും, ഒരു ലൈഫ് ത്രെറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ന വിഷയമുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യുന്നത്? I don't have answers for all these questions, but I am talking these things from the gospel. ഒരു വശത്ത് നമ്മൾ പറയും we are Christians, we have a book that is Holy Bible, but നമ്മുടെ certain issues വരുന്നുണ്ട്, we separate all these things aside and we say that this is what is right. അതല്ലെന്നാണ് എൻ്റെ ഒരു വിചാരം. If we are Christians, if we believe in Jesus Christ, if we follow the Holy Book, and there are certain rules, there are certain disciplines that we need to follow. ഇപ്പോഴത്തെ റിലീജിയന്റെയും മതത്തിന്റെയും ഒക്കെ പ്രശ്നം എന്താണെന്നറിയോ? കൺവീനിയന്റ് മതങ്ങൾ മതി. എ റിലീജിയൻ, എ ചർച്ച് വിച്ച് ഈസ് കൺവീനിയന്റ് ഫോർ മീ. ഞാൻ പറയുന്നത് പോലെ സഭ ചെയ്യുന്ന ഒരു സഭയെ എനിക്ക് ഇഷ്ടമുള്ളൂ ഇപ്പോഴും. അതെന്താ പ്രശ്നം എന്നറിയാം? വി ആർ നോട്ട് കൺവിൻസ്ഡ് വാട്ട് ഈസ് ഇറ്റ് എന്നുള്ളത്. കൺവിക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കൺവീനിയൻസിന് പോകത്തില്ല. എല്ലാവർക്കും ഇപ്പൊ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സഭ മതി. നമ്മൾ പറയുന്നത് കേൾക്കുന്ന ഒരു സഭ, നമ്മുടെ ആഗ്രഹം അനുസരിച്ച് നമ്മളെ അനുവദിക്കുന്ന ഒരു സഭ. We are not ready to follow what the church says. What is the discipline of the church? അത് ഒരു പ്രതിസന്ധിയാണെന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് ഈ കുടുംബത്തിന്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടത് ആബ്സെൻസ് ഓഫ് എ മദറാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആധുനിക സമൂഹത്തിൽ നമ്മുടെ ഒരു പ്രതിസന്ധി ആബ്സെൻസ് ഓഫ് പേരൻസ് ഇൻ ചിൽഡ്രൻസ് ലൈഫ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഈ കുടുംബത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഫാദർ കാണിച്ച പേരന്റിംഗ് മോഡൽ ഈസ് എ ബാഡ് പേരന്റിംഗ് മോഡൽ. ഇറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് മോഡൽ ഓഫ് പേരന്റിംഗ്. ഒരു മകൻ വന്ന് ചോദിച്ചു, എനിക്ക് വരാനുള്ളതല്ല, എനിക്ക് തരാനുള്ളതെല്ലാം തരണം. ഓൾ ഓൺ എ സഡൻ ഹി ഗേവ്. നമ്മുടെ മോഡേൺ പേരന്റിംഗിൽ ഈ ഒരു പ്രശ്നമുണ്ട്. യങ് പേരൻസ് ബിലീവ് ദാറ്റ് പേരന്റിംഗ് ഈസ് പ്രൊവൈഡിങ്. കുട്ടി ചോദിക്കുന്നതൊക്കെ കൊടുക്കുന്നതാണ് പേരന്റിംഗ് എന്നുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. ഞാൻ പറയും, parenting is not providing. Parenting is equipping. Parenting is equipping a child to live present, future life. ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നതാണ് parenting. ഈ വീട്ടിലും വീടും പറമ്പും ധനവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. പേരന്റിങ് ശരിയായില്ല എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഈ മലയാളി കൾച്ചറിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കുട്ടികളോട് പറയുന്ന ഒറ്റ കാര്യമല്ല ഉള്ളത്. എന്താ? പഠിക്കണം. പറഞ്ഞോണം കേട്ടോ. പഠിക്കട,
പഠിക്കടി, പഠിക്കട, പഠിക്കടി. എന്ത് രസമായിട്ടാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. ദേ ആർ വെരി സ്മാർട്ട്. ദേ ഹാവ് ടു സ്റ്റഡി, ദേ ഹാവ് ടു. അപ്പൊ നമ്മളിങ്ങനെ പഠിപ്പിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി, കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലായി അത് മാത്രം പറഞ്ഞാൽ പോരായിരുന്നു എന്ന് പിന്നെ മനസ്സിലാകുന്നു. തുമ്പോൺ ഭദ്രാസനത്തിലെ ഒരു പള്ളിയിൽ ഒരു ഫ്യൂണറൽ സർവീസിന് പങ്കെടുക്കാനായിട്ട് നിന്നപ്പോൾ, നമുക്കറിയാം നാട്ടില് ആംബുലൻസിലൊക്കെയാണ് കൊണ്ടുവരുന്നത്. ആംബുലൻസ് വന്ന് പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് നിന്നു. നമ്മുടെ ബോഡി പള്ളിയിലോട്ട് കൊണ്ടുവരും. ഞാൻ നോക്കിയപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ ചുമന്നുകൊണ്ടുവരും. അന്യ സംസ്ഥാന തൊഴിലാളികൾ ബോഡിയും ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് വരും. പള്ളിയിലെ ശുശ്രൂഷ കഴിഞ്ഞപ്പോഴും അന്യ സംസ്ഥാന തൊഴിലാളികൾ ക്യാരി ചെയ്തുകൊണ്ട് സെമിട്രിയിലേക്ക് കൊണ്ടുപോകും. അന്ന് മുതലായി എനിക്ക് ഇതൊന്ന് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നിയത്. പഠിക്കട, പഠിക്കടി, ജോലി ചെയ്യട, ശമ്പളം വാങ്ങിക്കട എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പിന്നെയോ എന്നെ കൂടെ നോക്കിക്കൊള്ളണേ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ഞാൻ പറയും. ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് കെയർ ഓഫ് മീ. അതിന് അവർ വേസ് കണ്ടെത്തിക്കൊള്ളണം. ബട്ട് വി നീഡ് ടു ടെൽ ദം ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ ജോബ്, ദ മണി, the position that you acquire. It is your responsibility as a son, as a daughter, to take care of me as a parent. ഇത് പറയണ്ടേ? ഇവിടെ അത് മാത്രമല്ല, വീട്ടിലെ ഒരു ജോലിയും ചെയ്യിപ്പിക്കത്തില്ല കുട്ടികളെ കൊണ്ട്. ഒരു ജോലിയും ചെയ്യിപ്പിക്കത്തില്ല. ചോദിക്കുന്നതില്ല. ഇങ്ങനെ ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോഴും ഒരു കുട്ടി, എനിക്കൊന്ന് അടുക്കളയുടെ അവിടെ നിന്ന് ഒരു 10-15 ഫീറ്റിന് അങ്ങപ്പുറത്തിരുന്ന് മോൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. അവൻ പഠിക്കുന്നുണ്ട്, നല്ല പഠിത്തത്തിന്. അവൻ അവിടെ ഇരുന്നുകൊണ്ട് ഓർഡർ ചെയ്തു, അമ്മേ വെള്ളം. അപ്പൊ അമ്മ വളരെ ഭയഭക്തി ബഹുമാനത്തോടെ വെള്ളവും എടുത്തുകൊണ്ട് മകന്റെ അടുക്കലേക്ക്. ഞാൻ അമ്മയോട് പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ലെറ്റ് ഹിം ഗോ ആൻഡ് ടേക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ആൻഡ് ഡ്രിങ്ക്. Let him do it. വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ട്. നമ്മൾ കുട്ടികളോട് പറയണം, യു ആർ ക്ലോസിംഗ് ദ വാഷിംഗ് മെഷീൻ. അത്രയും ഒന്ന് ചെയ്യിപ്പിക്കണ്ടേ? ഡിഷ് വാഷർ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ടേക്ക് യുവർ പ്ലേറ്റ് ആൻഡ് ക്ലെൻസ് ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ ഡിഷ് വാഷർ. ഇതൊന്ന് ചെയ്യിപ്പിക്കണ്ടേ പ്രിയമുള്ളവരെ? അതല്ലാത്ത പേരന്റിങ് എന്ത് പേരന്റിങ് ആണ്? വാട്ട് കൈൻഡ് ഓഫ് പേരന്റിങ് ഈസ് ദിസ്? ദൈവാധീനമായി പിള്ളേരൊന്നും അധികം കൂടില്ല. അല്ലെ എന്നെ തല്ലിക്കൊന്നു നിങ്ങളെല്ലാം കൂടെ വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. അവരെ കഷ്ടപ്പെടുത്തണമെന്നുള്ളതല്ല. They need to know the responsibility. They need to know the pain. ഇത് പഠിപ്പിക്കണം. അതുകൊണ്ട് ഈ വീട്ടിലെ 2 പ്രധാന പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തേത് ആബ്സെൻസ്, രണ്ടാമത്തേത് പേരന്റിങ്ങിന്റെ പ്രശ്നമാണ്. ഈ 2 കാര്യങ്ങൾ രാമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഈ മകൻ ചെയ്ത 5 പാപങ്ങൾ, the prodigal son's 5 sins which is mentioned in the gospel. Saint Luke chapter 15 verses 11 to 14. Particularly the first thing, Saint Luke chapter 15 verse 12. And the younger of them said to his father, Father, give me the portion of goods that fallen to me. And he divided unto them his living. വസ്തുവും പണവും ഒക്കെ മാതാപിതാക്കളും മക്കളും തമ്മിലുണ്ടാകുന്ന ബന്ധത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഇഷ്യൂസ് എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഇപ്പൊ നിങ്ങൾക്കത് അത്ര റെലവൻ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. നാട്ടിലുള്ള വസ്തു വിറ്റാലും ഇവിടെ കൊണ്ടുവരാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. നാട്ടിലെ 35% നികുതിയൊക്കെ അടച്ചിട്ട്. ബട്ട് സ്റ്റിൽ ഇൻ കേരള
We face this issue. അവൻ ചെയ്ത പ്രശ്നം എന്താ, അവിടുത്തെ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വശത്ത് നാട്ടിൽ ഇപ്പോഴും മാതാപിതാക്കൾ അങ്ങനെ ഇത് വിൽപത്രം എഴുതിയൊക്കെ വെക്കുമെങ്കിലും ഡിവൈഡ് ചെയ്ത് കൊടുക്കത്തില്ല. എന്താ കാരണം? കൊടുത്തു കഴിഞ്ഞാൽ നോക്കുന്നൊരു ഉറപ്പില്ല, ഒരു ഗ്യാരണ്ടി ഇല്ല. സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് മീ സോ ദാറ്റ് ഐ ക്യാൻ ഹാവ് മൈ ലൈഫ് ആൻഡിൽ ഐ ഡൈ. കൊടുക്കത്തില്ല. മറുവശത്ത് ഇത് കിട്ടണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുന്ന കുറെ മക്കളുണ്ട്. അതിനെ കൊല്ലാൻ പോലും മടിക്കത്തില്ല. ലാസ്റ്റ് വീക്ക് ഓൾസോ അല്ലേ, ഒരു മകൻ അപ്പനെ തലക്കടിച്ചു കൊന്നു. അവൻ ചോദിച്ചപ്പോൾ കൊടുത്തില്ല വസ്തു. അതാണ് ഒരു സംഘർഷം. എനിക്ക് ബഹുമാനക്കുറവുള്ള, എനിക്ക് ആരെയും ഹേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല, പക്ഷെ എനിക്ക് ബഹുമാനക്കുറവുള്ള 2-3 കൂട്ടരുണ്ട്. എന്നോട് ക്ഷമിക്കണേ ഇതൊക്കെ പറയുമ്പോഴേ. അപ്പന്റെയും അമ്മയുടെയും അധ്വാനം കൊണ്ട്, അവരുണ്ടാക്കിയത് കൊണ്ട് ജീവിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറെ മക്കൾ. എനിക്ക് ഒരു ബഹുമാനവും ഇല്ല അവരോട്. ഓഫ് കോഴ്സ് ഇവിടെ ഇരിക്കുന്ന ഏത് പേരന്റിനോട് ചോദിച്ചാലും പറയും, ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, ആർക്ക് വേണ്ടി അധ്വാനിക്കുന്നത്, എല്ലാം മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ മക്കൾ ഇത് കിട്ടണം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഐ ഡോണ്ട് റെസ്പെക്ട് ദം. രണ്ടാമത്തേത് പറയുമ്പോൾ എന്നെ ആരും തല്ലിക്കൊല്ലരുത്. ചില പുരുഷന്മാരുണ്ട്, ഭാര്യയെ കൊണ്ടുവരുന്ന സ്ത്രീധനം കൊണ്ട് ജീവിക്കാനിരിക്കുന്ന കുറെ പുരുഷന്മാർ. I don't respect them. എന്തോ ഇപ്പൊ മനസ്സിൽ വന്ന ഈ തിരുവനിയെ വിളിക്കേണ്ടായിരുന്നില്ലേ. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, മറ്റുള്ളവരെ പറ്റിച്ചും കബളിപ്പിച്ചും ധനമുണ്ടാക്കുന്ന പൊസിഷൻസിൽ വരുന്ന കുറച്ച്. എനിക്ക് ഒരു ബഹുമാനമില്ല അവരെ കുറിച്ച്. ഐ ഡോണ്ട് റെസ്പെക്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ആ കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. ഈ മകന്റെ ആവശ്യം 2 പാപങ്ങളിലേക്ക്, 2 എന്ന് പറഞ്ഞാൽ ഒരു പാപമാണ്, ഞാൻ 2ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കും. അവൻ എന്തിനാണ് ശ്രമിക്കുന്നത്? എന്താണ് അവിടെ ഒരു പാപമെന്ന് ഞാൻ പറയുന്നത്? ഒന്ന്, he is forcing his father, compelling his father, and the second thing is he is compelling his father to divide. വിഭജിക്കാനാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ സെയിം. നിർബന്ധം എന്ന പാപം നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഈ നിർബന്ധമുണ്ട്. അതിന്റെ കാരണം എന്താ? There is no happiness for those who are forced. നിർബന്ധിച്ച ആരെ കൊണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്യിച്ചാൽ ആളിന് സന്തോഷമുണ്ട്. He or she may do it. പക്ഷെ ഉള്ളിൽ എപ്പോഴും ഒരു ഗ്രഡ്ജ്, ഒരു ദുഃഖം, ഒരു സന്തോഷമില്ലായ്മയുണ്ട്. നിർബന്ധങ്ങൾ നമ്മുടെ ബന്ധങ്ങൾ തകർക്കും. It will ruin our relationship. നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ച് പ്രഷർ ചെയ്ത്, ഇപ്പൊ പ്രത്യേകിച്ച് വീണ്ടും ഞാൻ പേരന്റിങ്ങിലേക്ക് വരികയാണ്. നമുക്കുള്ള ഒരു നമ്മുടെ കൾച്ചറിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം എന്താ? നമുക്കൊരു അതോറിറ്റേറിയൻ മെന്റാലിറ്റിയാണ് ഉള്ളത്. ഞാൻ പറയും നീ കേൾക്കണം, പേരൻസ് പറയും മക്കൾ കേൾക്കണം. ഞങ്ങൾക്ക് അച്ഛന്മാർക്കും ഒക്കെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. ഞങ്ങൾ വളർന്ന ഞങ്ങളുടെ പേരൻസ് ഞങ്ങളോട് ചെയ്തതുപോലെയും പ്രവർത്തിച്ചതുപോലെയും ഡിസിപ്ലിൻ ചെയ്തതുപോലെയും ഈ കാലഘട്ടത്തിലും കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്യാനായിട്ടുള്ള ഒരു പരിശ്രമം നിർബന്ധിച്ചു. ഡിസിപ്ലിൻ വേണം, ബട്ട് ഹൗ ടു ഡു ഇറ്റ്, ദാറ്റ്സ് എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ വേ ദാറ്റ് വി ആർ ഓൾ experienced. We need to find out a new methodology to discipline our children. രണ്ടാമത്തേത് വിഭജനമാണ്, ഡിവൈഡ് ചെയ്യാനായിട്ട്. ഇന്നലെ ഞാൻ നമ്മുടെ പള്ളികളുടെ കാര്യമൊക്കെ പറഞ്ഞു. വി ആർ സോ ഡിവൈഡഡ്. ഞാൻ ജനറലൈസ് ചെയ്യുന്നൊന്നുമില്ല. There are groups in our church and we say theologically we are one body, we are the members of the body of Jesus Christ and we are united, but in practical life we are so divided. അതൊരു പാപമാണെന്ന് ഇതുവരെ ചിന്തിക്കാൻ നമുക്ക് തോന്നിയിട്ടില്ല. ഒരു ഡിവിഷൻ
അത് പള്ളിയിലായിക്കൊള്ളട്ടെ, എവിടെയായിക്കൊള്ളട്ടെ, ഹൂ കോസസ് ദാറ്റ് ഡിവിഷൻ, അതൊരു സിന്നാണെന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. എന്ത് പള്ളികളിലാണ്? പള്ളികളില്, അതുപോലെ തന്നെ നമ്മുടെ സംഘടനകളില്, അത് ആധ്യാത്മിക സംഘടനകൾ മാത്രമല്ല, എല്ലായിടത്തും ഡിവൈഡ് ചെയ്യുക. എനിക്ക് ഏറ്റവും ദുഃഖം ഉണ്ടായിരിക്കുന്ന ഡിവിഷൻ എവിടെയാണെന്ന് അറിയാമോ? In our families, we are so compartmentalized. സ്കൂളിൽ നിന്ന് കുട്ടി വീട്ടിൽ വന്നിട്ട് അപ്പനോടും അമ്മയോടും ചോദിക്കുന്ന ഒരു ചോദ്യം, ആരാ എന്റെ മുറി കയറിയത്? ആരാ എന്റെ മുറിയിൽ കയറിയത്? ആരാ എന്റെ ടേബിളിൽ സ്പർശിച്ചത്? ആരാ എന്റെ കമ്പ്യൂട്ടർ തൊട്ടത്? We never ask that questions. ഞങ്ങൾക്ക് ചോദിക്കാൻ ഒക്കത്തില്ലായിരുന്നു, കാരണം we had only one room to share, 3 brothers. അതൊന്നും വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ നമ്മൾ പറയുകയാണ്, ഇത് മോന്റെ മുറി, ഇത് മോളുടെ മുറി. അപ്പൊ അവര് പറയുന്നത്, ദിസ് ഈസ് മൈൻ. വി ആർ സോ ഡിവൈഡഡ്. പിന്നെ നമ്മളിപ്പോ പറയുന്നുണ്ടല്ലോ, ദിസ് ഈസ് അവർ പേരൻസ് ഹൗസ്, ദിസ് ഈസ് അവർ ഹൗസ്. ക്ഷമിക്കണം എന്നോട്. വി ആർ സോ ഡിവൈഡഡ്. ഇനി ആശുപത്രി ചെന്നാലോ, ഹോസ്പിറ്റൽസ്, തലയ്ക്കൊരു ഡോക്ടർ, കൈക്കൊരു ഡോക്ടർ, കണ്ണിനൊരു ഡോക്ടർ, ചെവിക്കൊരു ഡോക്ടർ. We are so divided. There is no holistic approach. അത് വേണ്ടെന്നൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോ എന്റെ തൊണ്ടയുടെ പ്രശ്നം കാണിക്കാനായിട്ട് ഒരു ENT കാണാനായിട്ട് പോകുന്നുണ്ട്. But still, see, we lose that approach of that holiness. അത് വേണ്ടേ? അത് ഡിവൈഡ് ചെയ്യപ്പെടാൻ ഉള്ളതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, ഇത് പാപത്തിന്റെ എക്സ്പ്രഷൻസ് ആണ്. Wherever we are divided, that means there is sin. പിന്നെ ഈ സൈക്കോളജിയിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ തന്നെ ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്, ഇല്ലേ? അങ്ങനെ കുറെ ഡിവിഷൻസ്. അത് പള്ളിയിലൊക്കെ വരുന്നുണ്ടെ നല്ല സൗമ്യ വീട്ടിൽ ചെന്നാൽ ഭയങ്കര മോശമായിട്ടാണ്. We are so divided. Dual personalities. Psychological issues രോഗവും ഒക്കെ മാറ്റി നിർത്താം. But other areas where we see the division, I believe there is sin. അതാണ് അവന്റെ ഒന്നാമത്തെ പാപം. രണ്ടാമത്തെ പാപം, verse 13. And not many days after the younger son gathered all together. ഏറെ നാൾ കഴിയും മുമ്പ് ഇളയ മകൻ സകലവും സ്വരൂപിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സെൽഫ് സെന്റേർഡ്നെസ്, സെൽഫിഷ്നെസ് ഇസ് എ സിൻ. അവന്റെ അപ്പനെ ഓർത്തില്ല, ഒരു സഹോദരനെ ഓർക്കാതെ അവൻ സ്വരൂപിച്ചു. He gathered everything for himself. എൻ്റെ, ഞാൻ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് അവർ ഫാദർ ഹു ആർട്ട് ഇൻ ഹെവൻ അല്ലേ? അവർ ഫാദർ എന്നൊക്കെ പിതാവിനെ സംബോധന ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആരാകും പ്രിയമുള്ളവർ? When I say my God is my father, I say that you are my brothers and sisters അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ മിക്കവാറും നമ്മുടെ ഒരു അഭിസംബോധനയൊക്കെ dear brothers and sisters in Christ. ചുമ്മാ പറയുന്നൊന്നുമല്ല. Because we pray, we believe that we have a father, and as children we are brothers and sisters. സകലവും സ്വരൂപിക്കുന്ന ഒരു പാപം ഉണ്ടോ പ്രിയമുള്ളവരെ? നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ കുറിച്ച് ഒരു കരുതലുണ്ട്. നമുക്കൊരു ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ട്. ടൈത്ത് എന്നൊക്കെയുള്ള വാക്ക് കേട്ടിട്ടുണ്ടല്ലോ, TITHE, ദശാംശം. കുറച്ചു പേരൊക്കെ നൽകുന്നുണ്ട്. സ്റ്റിൽ വി ആർ ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ്. പുതിയ നിയമത്തെ തൊട്ടിട്ടില്ല ഇതുവരെ. പുതിയ നിയമത്തെ വന്നാൽ പറയാൻ ഒക്കത്തില്ല. കാരണം എന്താ? ഒന്നില്ലാത്തവൻ, രണ്ടുള്ളവൻ, ഒന്ന് ഇല്ലാത്തവനോട് എന്ന് പറഞ്ഞാൽ 50-50. അതേ തൊടണ്ട തൽക്കാലത്തേക്ക്. ലെറ്റ് us talk about the ദശാംശം, 10-1.
ഈ ദിവസത്തെ ഈ സന്ധ്യയ്ക്ക് ഞാൻ ചോദിക്കുന്നതല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മോട് ചോദിക്കുകയാണ്. ഉപയോഗിക്കുന്നില്ലെങ്കിലും വീട്ടിൽ കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാം. Even if we don't use, can we share that to poor people who don't have that? നിങ്ങളിൽ എത്ര പേർക്ക് കഴിയും? പുരുഷന്മാരിൽ എത്ര പേർക്ക് പറയാൻ കഴിയും എനിക്ക് ഇത്ര നമ്പർ ഓഫ് ഷർട്ട്സ് ഉണ്ടെന്ന്? അറിയത്തില്ലല്ലോ. എത്ര സാരി ഉണ്ട്? You don't know. ചില ലോക്കറുകളിൽ വളയും മാലയൊക്കെ ഇരുന്ന് നിലവിളിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, എന്നെ എടുത്ത് എപ്പോഴെങ്കിലും ഒന്ന് അണിയോ എന്ന്. നല്ലൊരു സമ്പാദ്യമാണ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്വർണ്ണം ഈ മാലയും വളയും ഒക്കെ കുറെ നാൾ കൊണ്ട് ആഗ്രഹിക്കുകയാണ് ആരെങ്കിലും ഒന്ന് ഒന്ന് കഴുത്തേലിടാനായിട്ട്. ഒരു വിവാഹ കൂതാശയ്ക്ക് ഒരു ഫംഗ്ഷനോ പോയാലും ഇതെല്ലാം കൂടെ വലിച്ചു വാരി ഇടാനും പോകും. എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, വളയുള്ള ഇവിടെ മുതൽ ഇവിടെ വരെ വളയുള്ള ഒരു കൈ കിട്ടിയാൽ മതി, ഒരു 2 തലമുറയ്ക്ക് ജീവിക്കാവുന്ന. അപ്പൊ ഇങ്ങനെ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം അതിനകത്ത് എന്ത് പ്രിയമുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിനകത്ത് എന്താ സാറ്റിസ്ഫാക്ഷൻ ഉള്ളത്? If we live only for ourselves, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ നമ്മുടെ ലൈഫിനെ കുറിച്ച്? അച്ഛൻ എന്നോട് പറഞ്ഞു, ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ പ്രോഗ്രാം, ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഐ കനോട്ട് സേവ് ദ ഹോൾ വേൾഡ്, ബട്ട് when I see a person who are in need, who are marginalized, downtrodden, എനിക്ക് അവരോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കാനൊക്കില്ല. Because I am a Christian. അതാണല്ലോ യേശുക്രിസ്തു എന്നെ നിങ്ങളെ പഠിപ്പിച്ചത്. ഒരാവശ്യവുമായി വന്നിട്ടുള്ള ഒരാളെയെങ്കിലും അറ്റൻഡ് ചെയ്യാതെ യേശുക്രിസ്തു വിട്ടിട്ടുണ്ടോ? He never ever avoided a person. വിട്ടിട്ടില്ല. നമുക്കറിയാമായിട്ട് അല്ലേ? ഞാനിത് എന്തിനാ പറയുന്നത് ചോദിച്ചാൽ, ഞാൻ പത്തനംതിട്ട ജില്ലക്കാരുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു ദുഃഖകരമായ വാർത്തയുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ബാങ്കുകളിൽ 600 crores rupees അനന്തരാവകാശികളില്ലാതെ കിടപ്പുണ്ട്. There is no nominees. നമ്മുടെയൊക്കെ പേരൻസ് ഒക്കെ കാണുമായിരിക്കും, ഒരു നല്ല യാത്ര ചെയ്തിട്ടില്ല, ഒരു നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല, നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല. അവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്തായിരുന്നെന്നറിയാം? ബാങ്കിൽ ഇത് ഇട്ടിട്ട് അതിന്റെ പാസ്ബുക്കിൽ അത് ആ നമ്പർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ബട്ട് ദേ ഫോർഗോട്ട് ടു മെൻഷൻ ദ നോമിനീസ് നെയിം ആൻഡ് ദേ ലോസ്റ്റ്, ദ ഫാമിലി ലോസ്റ്റ് ദാറ്റ് മച്ച് ഓഫ് മണി. 600 crores is wasted. Wasted എന്നൊന്നും പറയുന്നില്ല, ഗവൺമെന്റ് എടുക്കുമായിരിക്കും. And this is what our attitude is. എല്ലാവരും വാരി വലിച്ച് ചെലവാക്കണമെന്നൊന്നുമല്ല പറഞ്ഞത്. ഇപ്പൊ now ഇപ്പൊ നമ്മുടെ ഈ സീനിയർ സിറ്റിസൺ ഫോറം സെന്റ് ജോസഫ് ഗ്രൂപ്പ് ആരംഭിച്ചതോടുകൂടി നാട്ടിലൊക്കെ ഇപ്പം പേരൻസ് ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാം? അവർക്ക് വലിയ മീറ്റിംഗ് ഒന്നുമില്ല. ദേ സ്റ്റാർട്ടഡ് ടൂറിങ്. ഒരുമിച്ച് പോയി യാത്രയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക, പോവുക. അവർക്ക് മനസ്സിലായി this is not going to be used, അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യണമെന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഓപ്പൺ അവർ ഐസ്. See the people around us. There are a lot of even in America. ഇവിടെ കാണും, കഷ്ടപ്പെടുന്നവർ കാണും, നമ്മുടെ കൂടെ ആരാധിക്കുന്നവരുണ്ട് പ്രിയമുള്ളവരെ, in need, and we are not concerned. We are so selfish, we are so self-centered. അവരെ കരുതണ്ടേ? അവരെ കരുതാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കും? അതുകൊണ്ട് സകലവും സ്വരൂപിക്കുന്ന പാപം, selfishness and self-centeredness is a sin. And യേശുക്രിസ്തുവാണ് നമ്മുടെ മോഡലെങ്കിൽ he shared himself, his body is shared, his life is shared, and we are the beneficiaries. അവന്റെ ജീവിതവും അവന്റെ ശരീരവും ഒക്കെ മുറിക്കപ്പെട്ട് വിതറപ്പെട്ട് വിതരണം ചെയ്യുന്ന കുർബാനയിലൊക്കെ സംബന്ധിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. he is shared, his body is shared. മൂന്നാമത്തെ പാപം,
വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ തന്നെ ഒരു വാക്കുണ്ട്, ദൂരദേശത്തേക്ക് യാത്രയായി. He took his journey into a far country. യാത്ര രണ്ട് വിധത്തിലുണ്ട് പ്രിയമുള്ളവരെ. Either you can be a tourist, വിനോദസഞ്ചാരികളെ, or you can be a pilgrim. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു വിനോദസഞ്ചാരത്തിന് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർത്ഥാടകരെ. വിനോദസഞ്ചാരികൾക്ക് എന്താണ്? നല്ല കാഴ്ചകളുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ it satisfies our 5 senses. We are happy. തീർത്ഥാടനമോ? തീർത്ഥാടനത്തിൽ മാത്രമേ ഉള്ളൂ ദർശനങ്ങൾ ഉണ്ടാകുന്നത്. തീർത്ഥാടനത്തിൽ മാത്രമേ ഉള്ളൂ ഒരു ഇന്നർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഇന്നർ റിവൈവൽ ഉണ്ടാകും, റീജുവനേഷൻ ഉണ്ടാകും. എല്ലാ ഞായറാഴ്ചയും പള്ളിയിലോട്ട് വരുമ്പോഴേ ടൂറിസ്റ്റ് ആയിട്ടല്ല വരുന്നത്, പിന്നെ പിൽഗ്രിമായിട്ട് വരണം. Then when after the service, after the Kurbana, when we go back, we feel something good inside. We are satisfied, we are rejuvenated. അല്ലെങ്കിൽ മിക്കവാറും എല്ലാ പള്ളിയിലും കുർബാന കഴിഞ്ഞൊരു ഫുഡൊക്കെ ഉണ്ടല്ലോ അല്ലേ, അതൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെയൊക്കെ പിരിഞ്ഞു പോകും. ബട്ട് അവർ സെൻസസ് ആർ സാറ്റിസ്ഫൈഡ്, ബട്ട് നോട്ട് അവർ ഹാർട്ട്, നോട്ട് അവർ സ്പിരിറ്റ്. അതൊരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ. ഈ മകന്റെ യാത്രയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. ദൂരദേശത്തേക്ക് പോകുന്നത് പാപമാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും പാപികളാണ് അല്ലേ? ദൂരദേശത്തേക്ക് അവൻ പോയി എന്ന് ഞാൻ പറയുമ്പോൾ അവന്റെ 2 ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവൻ മാറിപ്പോയി എന്ന് ഞാൻ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യും. He doesn't want to take the responsibility of his father. He doesn't want to take the responsibility of his brother. ഇത് 2 പാവമാണ്. മാതാപിതാക്കളോടുള്ള കടമ നിർവഹിക്കാത്ത മക്കൾ, സോറി ടു സേ ദിസ്, there is a sin there. ഇതിനൊന്നും എനിക്ക് ഉത്തരവാദിത്തമില്ല. നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് എനിക്കറിയാം. ഇപ്പൊ എന്നോട് ചോദിക്കും, ഞങ്ങളുടെ നാട്ടിലെ അപ്പനെ അമ്മ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. ജോൺ ജി സാറ് എൻ്റെ അധ്യാപകനാണ്, എൻ്റെ കൂടെ ഭദ്രാസന കൗൺസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. തുമ്പവൺ ഡയോസൈസ് is running 3 old age homes, 1 for women, 2 for men. അപ്പനും അമ്മയും ഇല്ലാത്തവരൊന്നും അല്ല, മക്കളില്ലാത്തവരൊന്നും അല്ല അവിടെ വന്ന് കിടക്കുന്നത്. നെഞ്ചത്തടിച്ച് കരഞ്ഞാൽ പലപ്പോഴും പോകും ഇവരെയൊക്കെ കാണാനായിട്ട്, പലപ്പോഴും പോകും അവരെ കാണാനായിട്ട്. ഇങ്ങനെ കരഞ്ഞ് ഏങ്ങലടിച്ച് സംസാരിക്കുന്നവരുണ്ട്. അതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് നോക്കേണ്ടത്? ഓഫ് കോഴ്സ് ചർച്ച നോക്കും, നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചർച്ചിനെല്ലാം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ബിക്കോസ് there are certain things children should do. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നും നോക്കത്തില്ല. ഞാൻ ആരെയും വിഷമിപ്പിക്കാനൊന്നും പറയുന്നില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ ക്രമീകരണം ചെയ്യണം പ്രിയമുള്ളവരെ. We need to do something. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വരുന്നത്. പത്തനംതിട്ട ജില്ലയെ കുറിച്ചുള്ള ഇപ്പോഴത്തെ വിശേഷം എന്താണെന്നറിയാം? എ ഡിസ്ട്രിക്ട് വിത്ത് ഏജ്ഡ് പീപ്പിൾ. ഞാൻ ദിവസം തോറും ഇത് കാണുകയാണ്. എൻ്റെ ദുഃഖം എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ചെയിൻ. ഇതൊരു സൈക്കിളായിട്ട് വരാൻ പോവുകയാണ്. മക്കളിപ്പം വിചാരിക്കുന്നത് ഇത് അവർക്ക് കിട്ടത്തില്ലെന്നുള്ളതാണ്. ഇത് വരാൻ പോവുകയാണ്. We are also going through this. We will go through this. Precautions എടുക്കണമെങ്കിൽ, as I said earlier, മക്കളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. It is your responsibility. മോനെ എന്നെ കൂടെ നോക്കിക്കൊണ്ട്, എന്നെ കൂടെ കരുതിക്കൊള്ളണം എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ കൊടുത്താൽ അല്ല ഇവിടെ കിട്ടും, ഡാളസിലും കിട്ടും. ഈ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിചാരം. പണ്ട് ഈ ആളുകൾ ചുമട് ചുമന്നുകൊണ്ട് പോകുമ്പോൾ
വെക്കുമ്പോൾ ചുമടിറക്കി വെക്കാനുള്ള ഒരു ചുമട് താങ്ങി കല്ലുണ്ടായിരുന്നു. ചിലരൊക്കെ അത് കണ്ടിട്ടുണ്ട്. 3 pieces, 2 പീസ് കല്ലില് 1 പീസ് കല്ല് വെച്ചിട്ട്, അപ്പോൾ ഒരാൾക്ക് വേറെ ആളുടെ സഹായം ഇല്ലാതെ ഈ ചുമട് അവിടെ ഇറക്കി വെക്കാം, എന്നിട്ട് പിന്നെ എടുത്തുകൊണ്ട് പോകത്തക്കൊണ്ടുള്ള ചുമട് താങ്ങി കല്ല്. ഒരു വീട്ടിൽ അപ്പൻ പ്രായമായപ്പോൾ മൂശേട്ട ആരംഭിച്ചപ്പോൾ മകനും മരുമകളും കൂടെ തീരുമാനിച്ചു അപ്പനെ എവിടെയെങ്കിലും കൊണ്ടക്കളയാൻ. മകൻ അപ്പനെയും തോളിലെടുത്ത് യാത്ര ചെയ്തു വന്നപ്പോൾ ക്ഷീണം തോന്നിയപ്പോൾ ഈ ചുമട് താങ്ങി കല്ലിൽ അപ്പനെ കയറ്റിയിരുത്തി. മകൻ വിശ്രമിക്കുമ്പോൾ അപ്പൻ അവിടെ ഇരുന്നുകൊണ്ട് ചിരിക്കുന്നു. മോൻ ചോദിച്ചു അപ്പനോട് എന്താ ചിരിക്കുന്നത്? അപ്പൊ അപ്പൻ പറഞ്ഞു, എൻ്റെ അപ്പനെ കൊണ്ടുപോയപ്പോൾ ഇതേ തന്നെ ഞാൻ ഇരുത്തിയത്. ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക്, ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിതിനകത്ത് സൊല്യൂഷൻ ഒന്നുമില്ല. ബട്ട് യു നീഡ് ടു ഡിസൈഡ് ഹൗ ടു ഡീൽ വിത്ത് ദിസ് ഇഷ്യൂ. ഞാൻ വീണ്ടും പറയുന്നു, തുമ്പോൺ ഭദ്രാസനത്തിൽ മാക്സിമം ഇപ്പോ അവിടെ ശാന്തി സദനം എന്ന് പറയുന്ന ഒരു സെന്റർ ഉണ്ട്. അതിനോട് ചേർന്ന് ഇനിയും ഒരു 15 മുറിയോടെ പണിയാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ച് അപ്രൂവൽ കൊടുത്തിട്ടാണ് പോകുന്നത്. ബിക്കോസ് ദർ ഈസ് മച്ച് ഡിമാൻഡ്സ്. നമ്മളവിടെ കാശ് വാങ്ങിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്. കാശ് തരാമെന്ന് പറയുന്നവരുണ്ട്. അവരെ അക്കോമഡേറ്റ് ചെയ്യത്തക്ക ഒരു ഫെസിലിറ്റി നമുക്കിതുവരെ ആയിട്ടില്ല. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദുഃഖമായി അവശേഷിക്കുന്നു. ഞാനൊരു പുണ്യവാനായിട്ട് പറയുന്നൊന്നുമല്ല. വെൻ ഐ ഡിസൈഡഡ് നോട്ട് ടു ഗെറ്റ് മാരീഡ്, എനിക്ക് 2 ബ്രദേഴ്സാണ് ഉള്ളത്, യങ്ങർ ബ്രദേഴ്സ്. നമ്മുടെ ഒരു പാരമ്പര്യ രീതിയൊക്കെ അനുസരിച്ച് if there is a priest in a family, that priest will get the household and ആ പ്രോപ്പർട്ടി ഒക്കെ കുറച്ച് കിട്ടും. അപ്പൊ അത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അപ്പനെ അമ്മയും നോക്കുക എന്നുള്ളത്. പക്ഷെ ഐ വാണ്ടഡ് ടു ബിക്കം ആൻ അൺമാരീഡ് പ്രീസ്റ്റ്. എൻ്റെ ബ്രദേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യടാ. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഐ വാണ്ട് ടു റിമൈൻ സിംഗിൾ ആൻഡ് അൺമാരീഡ് പ്രീസ്റ്റ്. പക്ഷെ ദർ ഈസ് ആൻ ഇഷ്യൂ. ഹൂ വിൽ ടേക്ക് കെയർ ഓഫ് അവർ പേരൻസ്? My youngest one said, I will take care of her. And my parents were so lucky. അവൻ നോക്കാമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വഴി തെളിഞ്ഞത് കൊണ്ടുകൂടാ ഞാൻ ഇറങ്ങിയത് കേട്ടോ. എനിക്ക് ഈ അപ്പനെയും അമ്മയെയും കുറിച്ച് അങ്ങനെ വലിയ ഒരു കൺസേൺ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ അച്ഛനായതിനു ശേഷം ഒരു സംഭവം നടന്നതാണ് ശരിക്കും പറഞ്ഞ എന്റെ ചങ്ക് തകർത്തത്. When I became an അച്ഛൻ, there was an invitation from Delhi church. അവിടുത്തെ അച്ഛൻ എന്നോട് പറഞ്ഞു, എന്നെ കൺവെൻഷന് വിളിച്ചു. ഞാൻ പോകാനായിട്ടെല്ലാം എഗ്രി ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, കൊച്ചമ്മയും 2 കൊച്ചു കുഞ്ഞുങ്ങളും നാട്ടിലുണ്ട്, അവരെ കൂടെ കൊണ്ടുപോരാമോ എന്ന്, അക്കമ്പനി ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ സെഡ് യെസ്. അന്ന് ഫ്ലൈറ്റിലൊന്നും അല്ല പോകുന്നത്. യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ ഡൽഹിയിൽ ഒരു KK എക്സ്പ്രസ് ഉണ്ട്. ഇറ്റ് ടേക്സ് ഓൾമോസ്റ്റ് 40 hours, 42 hours ജേർണിയാണ്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ കൊച്ചമ്മയും 2 കുഞ്ഞുങ്ങളും ഞാനും ഒരു കമ്പാർട്ട്മെന്റിൽ കയറി. ആ യാത്രയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. ഈ 2 കുഞ്ഞുങ്ങളും എൻ്റെ കയ്യിൽ വരത്തില്ല. ഈ 3 ദിവസം ഞാൻ ശ്രദ്ധിച്ചു, ഈ അമ്മ ഉറങ്ങിയിട്ടില്ല. ഈ അമ്മ ഒന്ന് ബാത്റൂമിൽ പോകാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അമ്മ ഭക്ഷണം കഴിക്കുന്നില്ല. അതാണ് എൻ്റെ ഐ ഓപ്പണർ. അവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ചിന്തിച്ചത്, എൻ്റെ അപ്പനും അമ്മയും, പ്രത്യേകിച്ച് എൻ്റെ അമ്മ ഉറങ്ങാത്ത എത്ര രാത്രികളുണ്ടാകും. ആൻഡ് ഐ സ്ലെപ്റ്റ്. എൻ്റെ അപ്പനും അമ്മയും ഭക്ഷണം, പ്രത്യേകിച്ച് എൻ്റെ അമ്മ ഭക്ഷണം കഴിക്കാത്ത എത്ര നിമിഷങ്ങൾ കാണും. ആൻഡ് ഐ ഏറ്റ്. അതാണ് എൻ്റെ ഐ ഓപ്പണർ. അങ്ങനെ അവരുറങ്ങാതെയും ഉണ്ണാതെയും എന്നെ വളർത്തി ഈ പൊസിഷനിലാക്കി ഇവിടെ നിർത്തി കഴിയുമ്പോൾ ഞാൻ പറയുകയാണ്, ഐ എം നോട്ട് റെഡി ടു ടേക്ക് കെയർ ഓഫ് യു. അതൊരു വല്ലാത്ത പ്രതികരണമാണെന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ അതെങ്ങനെ നിർവഹിക്കും എന്നുള്ളതിന് സൊല്യൂഷനും ഉത്തരവൊന്നും എനിക്കില്ല. ബട്ട് there is a reality and there is a responsibility remain there that as children we need to take care of our parents. അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്.
ഞാനിത് പറഞ്ഞ് ഈ സംഭവം പറഞ്ഞ് നിങ്ങൾ വീഡിയോയിലൊക്കെ കേട്ടിട്ടുണ്ടാകും. ബാംഗ്ലൂരിലുള്ള ഒരു ചെറുപ്പക്കാരൻ, ഞങ്ങൾ ഇങ്ങനെ ഒരു കോൺവെർസേഷനിൽ അവനെന്നോട് വല്ലാത്ത ഒരു ചോദ്യം ചോദിച്ചു. തിരുമേനി എന്താ പറയുന്നത്, ലോകത്തിലുള്ള ഏത് ജീവജാലങ്ങളാണ് അപ്പനെയും അമ്മയും നോക്കുന്നത്? പിന്നെ മനുഷ്യന് നോക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ എന്നാണ് അവന്റെ ചോദ്യം. ലോകത്തിലുള്ള ഏതെങ്കിലും മൃഗത്തിന്റെ മക്കൾ അപ്പനെയും ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെന്തിനാ നമ്മൾ നോക്കുന്നത്? എനിക്ക് വിഷമവും ദേഷ്യവും എല്ലാം വന്നവിടെ ഇരുന്നപ്പോൾ ഞാൻ അവനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഏട്ടാ, ലോകത്തിലുള്ള ഏതെങ്കിലും ജീവജാലങ്ങളുടെ അപ്പനും അമ്മയും മക്കളെ ഇങ്ങനെ നോക്കുന്നുണ്ടോ? ഉണ്ടോ? നോക്കുന്നില്ല. ആ അപ്പനോടും അമ്മയോടും വേണം. അപ്പനോട് സംസാരിക്കുന്നൊക്കെ പോകട്ടെ, അപ്പന്റെ അമ്മയുടെ നെഞ്ചത്തെ ചവിട്ടിയും കൊന്നും കൊല വിളിച്ചും ജീവിക്കുന്ന ഒരു തലമുറ, അതൊരു പാവമാണെന്നാണ് എൻ്റെ വിചാരം. രണ്ടാമത്തേത് അവന്റെ റെസ്പോൺസിബിലിറ്റി അവന്റെ സഹോദരനോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ അവൻ്റെ ഒരു സഹോദരനുണ്ട്, അവനോടൊരു കടമയില്ലേ പ്രിയമുള്ളവരെ, അവനോടൊരു ഉത്തരവാദിത്വം ഇല്ല. അവൻ പോവുകയാണ് ദൂരദേശത്തേക്ക്. സഹോദരനെയും വേണ്ട, അപ്പനെയും വേണ്ട, സഹോദരനോടൊരു ഉത്തരവാദിത്വം ഇല്ലേ? ഇവിടെ ഇരിക്കുന്നവരും കാണും. വീട്ടിലെ ഞാൻ പറയും, ചിലപ്പോൾ ഏറ്റവും മുതിർന്ന ഏറ്റവും ആദ്യത്തെ മകനോ മകളോ ആയിരിക്കും ചില വീട്ടില്. പഴയ നിയമത്തിലെ ജോസഫിനെ പോലെ പൊട്ടക്കിണറ്റിൽ വീണുപോയ പൊട്ടന്മാരും പൊട്ടികളുമുണ്ട്. എന്തോ യോസേഫിന് പറ്റിയത്? ആടുകളെ മേയിക്കുന്ന സഹോദരങ്ങളെ അന്വേഷിച്ച് യൗസേപ്പ് അപ്പന്റെ അനുവാദം വാങ്ങി ചെല്ലുകയാണ്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് പോയ അവനെ സഹോദരങ്ങൾ ദൂരത്ത് വെച്ചേ കണ്ടിട്ട് പ്ലാൻ ചെയ്ത് പൊട്ടക്കിണറ്റിൽ ഇട്ടുകൾ. അങ്ങനുണ്ട് ചില വീട്ടിൽ. വിദ്യാഭ്യാസം നടത്തേണ്ട സമയത്ത് വിദ്യാഭ്യാസത്തിന് പോകാതെ ജോലി ചെയ്ത് ഇളയവരെ പഠിപ്പിച്ച് അങ്ങനെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, യങ്ങർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അവർക്ക് ജോലി കിട്ടി. ഈ മൂത്ത മകൾ നല്ലപോലെ ഭക്ഷണം കഴിച്ചില്ല. അനിയനെയും ഭക്ഷണം കഴിപ്പിച്ച് അവർ നല്ല ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഉള്ളവരായി. അനിയന്റെയും വീട്ടില് ഈ പാവപ്പെട്ട വലിയ സൗന്ദര്യവും വിദ്യാഭ്യാസവും ഒക്കെ ഇല്ലാത്ത ആ ജ്യേഷ്ഠത്തി തലചൊറിഞ്ഞ് നിൽക്കുമ്പോൾ അനിയന്റെയും ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് ചോദിക്കുമ്പോൾ, ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ, ദിസ് ഈസ് മൈ ബ്രദർ, ദിസ് ഈസ് മൈ സിസ്റ്റർ എന്ന് പറയാനൊരു മടി. They sacrifice their lives for their brothers and sisters. പാവമല്ലേ? It is a sin. Yes, it is a sin. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഐസ്ക്രീമിന് വേണ്ടി വഴക്കുണ്ടാക്കുന്നത് ഐസ്ക്രീം കിട്ടാൻ വേണ്ടിയിട്ടല്ല, വാനില വേണോ അതോ ചോക്ലേറ്റ് വേണോ എന്ന് പറഞ്ഞ് തമ്മിൽ ബഹളം ഉണ്ടാക്കുമ്പോൾ സ്വന്തം ബ്രദേഴ്സിന്റെ, സ്വന്തം സിസ്റ്റേഴ്സിന്റെ മക്കൾ വിദ്യാഭ്യാസത്തിന് വകയില്ലാതെ, അവർക്ക് ഒരു നല്ല വസ്ത്രം വാങ്ങിക്കുവാൻ വകയില്ലാതെ അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ തെറ്റല്ലേ പ്രിയമുള്ളവർ? ഐ ബിലീവ് സോ. വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി. ഞാൻ മുമ്പ് പറഞ്ഞത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണെങ്കിൽ, now we are coming to the family situation that we have a responsibility to take care of our parents, our brothers and sisters who are in need. അത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് എന്നാണ് എൻ്റെ വിചാരം. മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കടമ നിർവഹിക്കാത്ത പാപം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നാലാമത്തേത് 13-ാം വാക്യത്തിൽ തന്നെ, and there wasted his wealth in wild living, ദുർനടപ്പ്. എന്താ പ്രിയമുള്ളവരെ ദുർനടപ്പ്? ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ ജീവിതത്തിന്റെ നടപ്പ് എങ്ങോട്ടാണെന്ന്. We have a goal to achieve. We have ഒരു എയിം ഉണ്ട്. അത് നിത്യജീവനാണ്, സ്വർഗരാജ്യമാണ്, സാൽവേഷനാണ്. അതിനൊരു പാത്ത് ഉണ്ട്. ആ പാത്ത് ഇസ് ഒരു ഹോളി ജേർണിയാണ്. ഞാൻ ഇന്നലെ അതൊക്കെ പറഞ്ഞതാണ്. കർത്താവിനോട് കൂടെ വിശുദ്ധരുടെ സംസർഗമുള്ള സാക്ഷികളുടെ സമൂഹത്തോടു കൂടി നടക്കുന്ന ഈ നടപ്പിൽ പ്രായഭേദമന്യേ ദുർനടപ്പുണ്ടാകും.
പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖം അന്വേഷിച്ച് പോകുന്ന ദുർനടപ്പുണ്ടാകും. ഇന്നലെ ഞാൻ പറഞ്ഞ 2 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. There are diversions and there are perversions. അതിന് പ്രായമൊന്നും ഒരു വിഷയമല്ല പ്രിയമുള്ളവരെ. നമ്മുടെ കാഴ്ചകളിൽ ദുർനടപ്പുണ്ട്. ചിലർ പോർണോഗ്രാഫിക്ക് അടിമകളാണ്. ജീവിത പങ്കാളി ഉണ്ടായിട്ടും ഓപ്പോസിറ്റ് സെക്സിന്റെ പിന്നാലെ പോകുന്ന ദുർനടപ്പുണ്ട്. എല്ലായിടത്തുമല്ല, ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഒരു കുടുംബത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ അപ്പനും അമ്മയും 2 മക്കളും, അവരുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് ഒന്നാണ്. സെയിം പാസ്വേഡ്. എല്ലാവരുടെയും മൊബൈൽ ഫോൺ പരിശോധിക്കും. There is no secret. Nothing is kept secret. അത്ര ട്രാൻസ്പെറന്റ് ആണ് ആ വീട്. ഞാനത് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി പേര് റെസ്പോണ്ട് ചെയ്തു. കൺപോളകൾ തുറന്നു പിടിക്കാൻ മാത്രമല്ല, അടയ്ക്കാൻ കൂടിയാണ്. നമ്മുടെ കണ്ണ് പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അടയ്ക്കണം. നമ്മുടെ വിശുദ്ധി നഷ്ടമാക്കുന്ന, നമ്മുടെ ജേർണി ഡൈവേർട്ട് ചെയ്യുന്ന, പെർവേർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനമായ കാര്യം ഇന്ന് നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ ഗാഡ്ജറ്റ്സ് ആണ്, നമ്മുടെ സ്മാർട്ട് ഫോണാണ്, നമ്മുടെ ഇന്റർനെറ്റ് ആണ്. എല്ലാത്തിനും നല്ല വശങ്ങൾ ധാരാളമുണ്ട്. ബട്ട് there are 3 words: use, misuse and abuse. അബ്യൂസ് ധാരാളം നടക്കുന്ന ഒരു കാലമാണ്. കണ്ണേ മടങ്ങുക. കണ്ണിന്റെ ദുർനടപ്പ്. നമ്മുടെ കേൾവികളിൽ ദുർനടപ്പുണ്ട്. Proverbs chapter 17 verse 4. Bad people like to listen to bad words and liars pay attention to harmful speech. ദുഷ്കർമ്മി നീതികെട്ട അധരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു. വ്യാജം പറയുന്നവൻ വഷളത്വമുള്ള നാവിന് ചെവി കൊടുക്കുന്നു. ചിലർ ഭയങ്കര സാഡിസ്റ്റാണ്. ഭയങ്കര സന്തോഷം കിട്ടും അവർക്ക്. എന്താണെന്നറിയാമോ? മറ്റുള്ളവരെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞ് കേട്ടാലും മതിവരാത്ത കുറച്ച് ആളുകളുണ്ട്. They are sadists. കാതിന്റെ ദുർനടപ്പ്, അശ്ലീലം കേൾക്കാനുള്ള താല്പര്യം. ഇപ്പോഴത്തെ ചില മലയാളം മൂവീസ് കാണാനൊക്കെ പോയി. ഇംഗ്ലീഷിൽ പണ്ട് മുതലേ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ മലയാളത്തിൽ തെറി വാക്കുകൾ കൊണ്ട് സിനിമ ഉണ്ടാക്കുന്ന ഒരു കൾച്ചർ. ഒരു പ്രശ്നവുമില്ല. അത് കേൾക്കാൻ താല്പര്യമുള്ള കുറെ ഓഡിയൻസ്. ഒരു പ്രശ്നവുമില്ല. And we claim that we are holy people and we are saintly people, we are church people. നമ്മുടെ ശ്വസനത്തിൽ ദുർനടപ്പുണ്ട് ഇല്ലേ? ഇന്ന് കിട്ടുന്ന മിക്കവാറും മയക്കുമരുന്നുകളൊക്കെ മൂക്കിക്കൂടെ തന്നെയാണ് കയറുന്നത്. പുക മൂക്കിക്കൂടെയും വായിക്കൂടെയുമാണ് കയറുന്നത്. നമ്മുടെ ശ്വസനത്തിൽ ഒരു പ്യൂരിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വായിൽ, നമ്മുടെ രുചിക്ക് ഒരു സിന്നുണ്ട്, ഒരു ദുർനടപ്പുണ്ട്. കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ. ഞാൻ ഒരു ടോക്കിൽ പറഞ്ഞു, ഇതും റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഉണ്ട്. ഒരു ടോക്കിൽ പറഞ്ഞു, ചിലയിടങ്ങളിൽ, അത് അങ്ങനെ ഞാൻ മാറ്റി പറയുക അല്ലെങ്കിൽ അത് പ്രശ്നമാണ്. ചിലയിടങ്ങളിൽ ചില കുട്ടികൾ ആദ്യം കുടിക്കുന്നത്, ആദ്യം മദ്യപിക്കുന്ന 2 സ്ഥലങ്ങൾ, 1 വീടും 2 പള്ളിയും. വീട്ടിൽ അപ്പൻ എന്ന് പറഞ്ഞാൽ നിർത്തുന്നില്ല, അമ്മയും കുടിക്കാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് മക്കൾ കുടിക്കാൻ തുടങ്ങും. എന്റെ ചെറുപ്പകാലത്ത് പോലും മദ്യപിക്കണമെന്ന് ആഗ്രഹിച്ചാലും ഇത്ര പെട്ടെന്ന് സാധിക്കില്ല. ഒരു നാട്ടുകാരുടെ കണ്ണു വെട്ടിച്ചിട്ട് വേണമായിരുന്നു എനിക്ക് പോകുവാൻ, മദ്യം കുടിക്കുവാൻ.
ഇന്ന് വീട്ടിൽ നമുക്ക് ബാറുള്ളതിനാൽ കുട്ടികൾക്ക് വളരെ സൗകര്യമാണ്. ഇതൊക്കെ ഞാൻ പറയും, തിരുമേനി 10-25 വർഷം മുമ്പ് ജീവിച്ചിരിക്കേണ്ട ആളാണെന്നൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, വെദർ യു ആർ ഇൻ ഇന്ത്യ ഓർ അമേരിക്ക or in the 21st century or in the 15th century, you are a Christian and there is only one culture. There is only one culture. എന്നിട്ട് നമ്മൾ പറയുകയാണ്, വീട്ടിൽ മദ്യം വാങ്ങിച്ചു വെച്ച് കുടിച്ചിട്ട് മക്കൾ കുടിക്കരുതെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ you are in the wrong statement. You do a wrong statement. പള്ളിയിലെ കുടി എവിടെ ആരംഭിച്ചത്? ഭൂരിഭാഗം സ്ഥലങ്ങളിൽ ക്രിസ്മസ് കരോളിന്റെ സമയമാണ് ഇതിന്റെ ബെസ്റ്റ് ടൈം. ചിരിക്കുന്നുണ്ട് ചിലര്. എല്ലായിടത്തും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ ജനനത്തെ കുറിച്ച് ഗുഡ് ന്യൂസ് ഗോസ്പൽ പറയുവാൻ പോകുന്ന ആളിന് ചുവട് ഉറപ്പിച്ച് നിൽക്കാൻ വയ്യ. ആ വീട്ടിൽ ചെന്നിട്ട് ആടിപ്പോവുകയാണ്. And we are saying Christ is born. അങ്ങനെ കഴിക്കുന്നതിനും കുടിക്കുന്നതിനും ഒക്കെ പെർവേർഷൻ ഉണ്ടായിട്ടുണ്ട്. അടുത്ത സെൻസ് എന്താ? നമ്മുടെ ത്വക്ക്, സ്കിൻ, സ്പർശനം. എവിടേക്കൊക്കെയാണ് കൈ നീളുന്നത് പ്രിയമുള്ളവർ? ദുർനടപ്പില്ലേ? ധാരാളമുള്ള ഒരു കാലഘട്ടമാണ്. ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രായഭേദമന്യേ അതിലെനിക്ക് ഏറ്റവും ഹൃദയവേദന ഉണ്ടാക്കുന്നത് നമ്മളുടെ, പ്രത്യേകിച്ചും ആൺകുട്ടികളുമുണ്ട് എങ്കിലും പെൺകുട്ടികളും നമ്മുടെ തന്നെ നമ്മൾ സങ്കല്പിക്കുന്ന സേഫ് സോണുകളിൽ അനുഭവിക്കുന്ന അബ്യൂസസ്. നമ്മുടെ വീടുകൾ തന്നെ സേഫ് അല്ലാത്ത സിറ്റുവേഷൻസ്. നമ്മൾ അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കുന്ന അങ്കിളുമാരും ആന്റിമാരും, ഞാൻ വീണ്ടും പറയുന്നു, ജനറലൈസ് ചെയ്യുന്നല്ല, എന്റെ മുമ്പാകെ ഇരുന്ന് കരഞ്ഞ് കണ്ണുനീര് വാർത്ത ചില കുട്ടികളുടെ അനുഭവത്തിൽ നിന്നാണ് പ്രിയമുള്ളവരെ പറയുന്നത്. They have been abused. അവർ എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലങ്ങളിൽ നിന്ന്. എന്നിട്ട് നമ്മൾ ഒരു സ്പിരിച്വൽ സോഷ്യൽ മാസ്ക് ഇങ്ങനെ മുഖത്തണിഞ്ഞ് പള്ളിയിലും സമൂഹത്തിലുമൊക്കെ ഇങ്ങനെ മുന്നിൽ വിരിഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ആ വ്യക്തിയിൽ ഒരു ദുർനടപ്പുണ്ടെങ്കിൽ there is sin. ദുർനടപ്പ് എന്ന പാപം. 5 മിനിറ്റോട് എടുത്ത് ഇപ്പൊ തീർത്തേക്കാം. 5ാമത്തെ പാപം 13ാമത്തെ വാക്യത്തിൽ തന്നെ he wasted his wealth. അവൻ വസ്തു നാനാവിധമാക്കി കളഞ്ഞു. അപ്പന്റെ വസ്തു, ലിറ്ററലി അപ്പനും അമ്മയും ഉണ്ടാക്കിയത് മുഴുവൻ വിറ്റ് നശിപ്പിച്ച മക്കൾ. ലിറ്ററലി കുടുംബത്തിന് മാനനഷ്ടം വരുത്തിയ അപ്പനമ്മമാർ, ക്രിസ്തീയതയുടെ മൂല്യം നഷ്ടപ്പെടുത്തുന്ന ക്രൈസ്തവർ, സഭയുടെ മാനം നഷ്ടപ്പെടുത്തുന്ന, ഇതെല്ലാം വെൽത്താണ്, സഭയുടെ മാനം നഷ്ടപ്പെടുത്തുന്ന ഇടവകക്കാർ, മൂല്യം നഷ്ടപ്പെടുത്തുന്ന സഭാജീവിതം. ഏറ്റവും കൂടുതൽ എന്നെ വ്യസനിപ്പിക്കുന്നതാണ് ആ ഭാഗത്ത് സഭയുടെ പൂർവ്വപിതാക്കന്മാരും കൈമാറി തന്ന സഭയുടെ പൈതൃകവും പാരമ്പര്യവും നഷ്ടപ്പെടുത്താൻ, നാനാവിധമാക്കാൻ ഒരു മടിയുമില്ലാത്ത മക്കൾ. നമുക്ക് പ്രശ്നമില്ല, വസ്തു നാനാവിധമാക്കി കളഞ്ഞു. 5 പാപങ്ങൾ. 1 നിർബന്ധവും വിഭജനവും. 2 സകലവും സ്വരൂപിച്ച് അവന് വേണ്ടി മാത്രം ജീവിക്കുന്ന പാപം. 3 കടമകൾ നിർവഹിക്കാതെ ദൂരേക്ക് പോകുന്ന പാപം. 4 ദുർനടപ്പ് എന്ന പാപം. 5 വസ്തു നാനാവിധമാക്കി കളയുന്ന പാപം. ഈ രാത്രിയിൽ നാം നമ്മോട് ചോദിക്കണം, ഇതിലേതെങ്കിലും
നാമുമായിട്ട് ബന്ധമുണ്ടോ എന്ന്. പക്ഷേ എനിക്കൊരു വളരെ വിനീതമായ അപേക്ഷയുണ്ട്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇവിടുന്ന് മടങ്ങുന്നത് ഒരു ഗിൽറ്റ് ഫീലിങ്ങോടാകരുത്. നാളെ ഞാൻ അതിനെക്കുറിച്ച് പറയാം. എങ്കിലും നമുക്കൊരു ഹോപ്പുണ്ട്. അതെന്താണ്? ഇതൊക്കെ നമ്മൾ ചെയ്താൽ നമ്മോട് ക്ഷമിക്കുന്ന, നമ്മെ സ്വീകരിക്കുന്ന ഒരു ലവിങ് ആൻഡ് എ ഫോർഗിവിങ് ഫാദർ ഉണ്ട്. ഗിൽറ്റ് ഈസ് എ ബിഗിനിങ്. ബട്ട് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ റിപ്പൻറ്റൻസ് ഈസ് ദ ട്രൂ പാത്ത്. ഇതിലേതെങ്കിലും ഇന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിപ്പൻറ്റൻസിൻ്റെ പാത തുറക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. പോകുന്ന വഴി ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ നിന്നൊക്കെ മാറി, ഉത്തരവാദിത്വത്തിൽ നിന്നൊക്കെ മാറി, സഹോദരങ്ങളോട് കടമകളിൽ നിന്നൊക്കെ മാറി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കുറേയേറെ നാളായി അപ്പനോടും അമ്മയോടും സംസാരിച്ചിട്ടില്ല എങ്കിൽ, സഹോദരങ്ങളോട് സംസാരിച്ചിട്ടില്ല എങ്കിൽ, ഇന്ന് ദൈവവചനം എന്നോട് നിങ്ങളോട് പറയുന്നു, പോകുന്ന പോക്കിൽ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഇന്ന് വിളിക്കണം, ഫോൺ വിളിക്കണം. ഇവിടെ രാത്രിയായി വിളിക്കണം. ഇന്ന് ദൈവവചനം എന്നോട് പറഞ്ഞു വിളിക്കണമെന്ന്. എന്താണ് അപ്പനോട് അമ്മയോട് സംസാരിക്കാത്തത്? വീതം വെച്ചപ്പോഴേ സഹോദരൻ ഒരു മൂട് തെങ്ങോട് കൂടുതൽ കൊടുത്തതല്ലേ വിഷയം. ആ ഒരു മൂട് തെങ്ങിന്റെ സ്ഥാനത്ത് ഇന്ന് 1000 തെങ്ങ് വാങ്ങിക്കുവാനായിട്ടുള്ള പണവും അവസരവും കർത്താവ് തന്നിട്ട് എന്തുകൊണ്ട് പ്രിയമുള്ളവരെ ആ പഴയ തെങ്ങ് ഇതുവരെ വിട്ടില്ല? വിട്, ലെറ്റ് ഇറ്റ് ഗോ. ഇന്ന് രാത്രി നമ്മുടെ മടക്കയാത്ര ദൈവാത്മാവ് നമ്മോട് ഇടപെടണം. ഇന്ന് രാത്രിയിൽ നിങ്ങൾ പറയണം, ഐ നീഡ് ആൻ അപ്പോയിന്റ്മെന്റ്. ആരോടാണ്? പരിശുദ്ധാത്മാവിനോട്, ദൈവത്തോട് ഇന്ന് രാത്രിയിൽ ഒരു അപ്പോയിന്റ്മെന്റ് ചോദിക്കണം. എന്ത് ചെയ്യണമെന്ന് ചോദിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒന്നും സൊല്യൂഷൻ എനിക്കോ നിങ്ങൾക്കോ കാണില്ല. ബട്ട് വി നീഡ് ടു പ്രേ ഏർണസ്റ്റ്ലി. നമുക്കതിനൊരു ആഗ്രഹം ഉണ്ടാകണം. ഈ പുത്രൻ, ഞാൻ പറയും, ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റോറി. അവന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. നമ്മുടെ ഒരു മുഖച്ഛായയില്ലേ? ഇല്ലേ? ഹി ഈസ് റെപ്രസെന്റിങ് us. It is not just a story, it is a story of us. Each individual sitting here, standing, including me, that son has the same image of us. അത് നമ്മൾ തന്നെയാണ്. എന്താണ് വേണ്ടതെന്ന് ഇന്ന് രാത്രി ദൈവത്തോട് നമുക്ക് ചോദിക്കാം. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം.